ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വെറും 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് പെട്ടെന്ന് നമ്മളൊരു ഡിന്നർ ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പോൾ വീട്ടിൽ നമുക്ക് പ്രത്യേകിച്ച് ഫുഡൊന്നുമില്ല, സമയവും ഇല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് മെയിനായിട്ട് വേണ്ടത് അരിപ്പൊടിയും തേങ്ങയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് വെള്ളം ഒന്ന് വെട്ടി തിളപ്പിക്കാം. വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന ആ ഒരു മെത്തേഡിലാക്കിയെടുക്കുക. അത് നന്നായിട്ട് ആക്കി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് തേങ്ങ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല ഫ്രഷ് തേങ്ങ ഇട്ട് കൊടുക്കുക, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ടിട്ട് അത് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വേറൊരു പാത്രത്തിൽ, വലിയ ചെരുവത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ടേസ്റ്റിനും മണത്തിനൊക്കെ വേണ്ടി നമ്മൾ കുറച്ച് ഏലക്ക, ഒരു 4 ഏലക്കയൊക്കെ നമ്മളൊന്ന് പൊട്ടിച്ച് അതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ വെള്ളം വെട്ടി തിളക്കുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ കുഴച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരിപ്പൊടിയുടെ സംഭവമില്ലേ, അത് നമ്മളൊന്ന് ചെറിയ നമ്മുടെ ഇഷ്ടത്തിന്, നമുക്കിഷ്ടമുള്ള ഷേപ്പ് അനുസരിച്ച് നമ്മളൊന്ന് ഉരുട്ടി വെക്കുക. ഇപ്പം നമ്മൾ ഇച്ചിരി അത്യാവശ്യം വലിയ രീതിയിലാണ് ചെയ്തേക്കുന്നത്. കാര്യം കൊച്ചിന് കഴിക്കാൻ വേണ്ടിയാണ്. ചെറുതാകുമ്പോൾ അത്രയും കുറവാണ് കഴിക്കുക. അപ്പോൾ വലുതാകുമ്പോൾ വലുതായിട്ട് തന്നെ കഴിച്ചോളൂല്ലോ വെച്ചിട്ട് ഈ ഒരു അളവിൽ നമ്മളിത് ചെയ്തെടുത്തേക്കുന്നത്. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഉരുട്ടി വെച്ചേക്കുന്ന നമ്മുടെ ഈ കൊഴുക്കട്ട നമ്മൾ എന്ത് ചെയ്യുക, ഈ തിളച്ച വെള്ളത്തിലേക്കിട്ട് അത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ, വേവുന്നത് വരെ നമ്മൾ അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ഒഴിക്കാനായിട്ട് ഒരു കുറുക്ക് റെഡിയാക്കണം. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിൽ അതിന് മുമ്പ് കുറച്ച് പഞ്ചസാര, നമ്മൾ മധുരത്തിനുള്ള ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഉപ്പും പഞ്ചസാരയൊക്കെ നമ്മുടെ അളവിന് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അത് കഴിയുമ്പോഴത്തേക്കും അത് അവിടെ ഇരുന്നോട്ടെ. നല്ല തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വേറൊരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി ഇടുക. അതിനകത്തേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലൊരു കുറുക്ക് പരുവത്തിലാക്കി എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കുറുക്ക് കൺസിസ്റ്റൻസി വരണം. അപ്പോഴത്തേക്കും നമ്മുടെ കൊഴുക്കട്ട നല്ല വെന്തിട്ടുണ്ടാകുന്ന നോക്കാം. വെന്തിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കുറുക്കി വെച്ചേക്കുന്ന നമ്മുടെ ഈ അരിപ്പൊടീൻ്റെ കുറുക്ക് നമ്മൾ അതിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ നോക്കണം, എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് കുറുക്കുക. ഫസ്റ്റ് ഇച്ചിരി വെള്ളം പോലെ ആയിരിക്കും, പിന്നെ അത് ചൂടാവും തോറും അത് ഇങ്ങനെ കുറുകി വരും. അപ്പം നമ്മുടെ ഒരു പാകത്തിന് കുറുക്കാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഓവറായിട്ട് കട്ട പോലെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പാകത്തിന് കുറുക്കാക്കി എടുക്കാം. അപ്പം നമ്മുടെ സംഭവം ഇവിടെ ആവശ്യത്തിനുള്ള കുറുക്ക് പരുവത്തിലായിട്ടുണ്ട്. പിന്നെ മധുരവും ഉപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ടേസ്റ്റിന് വേണ്ടി മേളിൽ കുറച്ച് തേങ്ങയും കൂടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്ത് നമ്മുടെ കൊഴുക്കട്ട കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കൊച്ച് കഴിച്ച്. താങ്ക് യു.